ആനിമൽ കിങ്ഡത്തിൽ മദർ ചൈൽഡ് ബോണ്ട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. കാടുകളിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി വെക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിന് പുറമെ അവരെ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കണം, ഹണ്ട് ചെയ്യാൻ പഠിപ്പിക്കണം. അങ്ങനെ ഒരു ടോട്ടൽ സർവൈവൽ കിറ്റ് പകർന്നു കൊടുക്കുന്നത് അമ്മമാരാണ്. ആദ്യ ശ്വാസം മുതൽ ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുരങ്ങാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. പഞ്ച് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മക്കാക്ക് ഒരു ഓറഞ്ച് ഒറാങ്കുട്ടൻ്റെ ടോയ് ആയിട്ട് ഓടി നടക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കണ്ട് നമുക്ക് പാവം തോന്നിയ ഒരു റീലായിരുന്നു പഞ്ചിൻ്റെ. ഇന്നത്തെ വീഡിയോൻ്റെ താരം അതുകൊണ്ട് തന്നെ പഞ്ചാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. മനുഷ്യൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം കുഞ്ഞുങ്ങളെ പരിചരിച്ചും സംരക്ഷിച്ചും ജീവിക്കുന്ന ജീവികൾ ആനകളും കുരങ്ങുകളും ഓർക്കകളുമാണ്. സോഷ്യൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്ന ഈ ജീവികളുടെ കൂടെ അവരുടെ കുഞ്ഞുങ്ങളും ഒരുപാട് കാലം കഴിയാറുണ്ട്. ഇങ്ങനെയുള്ള ജീവികൾക്ക് ഓരോ ഗ്രൂപ്പിൽ ഓരോ ഓർഡറുകളും സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും റൂൾസും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവരുടെ അമ്മമാരാണ്. കുരങ്ങുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കുരങ്ങുകൾ അവരുടെ കുഞ്ഞുങ്ങളെ ഗ്രൂം ചെയ്യുന്നതും എടുത്ത് നടക്കുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതുമാണ്. ഇതിനുള്ളൊരു മേജർ കാരണം എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മനുഷ്യരുടേതുപോലെ തന്നെ ലവ്, ട്രസ്റ്റ്, സോഷ്യൽ ബോണ്ടിങ്, സെക്യൂരിറ്റി, ഇമോഷണൽ ഹെൽത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോർമോൺ തന്നെയാണ് ഓക്സിറ്റോസിൻ. മദർ ചൈൽഡ് ബോണ്ട് സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇതിനെതിരായി സംഭവിക്കാറുമുണ്ട്. ആദ്യമായി അമ്മയാകുന്ന സമയത്ത് പ്രസവത്തിൻ്റെ വേദനയും സ്ട്രെസ് കാരണം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരെ വീക്കാണ് വെച്ചാൽ അവർ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ പോലെയായിരുന്നു പഞ്ചിൻ്റെ അമ്മ. പഞ്ച് കുൻ എന്ന് പറയുന്ന ഈ ജാപ്പനീസ് മക്കാക്ക് ജൂലൈ 26, 2025 ജനിച്ചത്. ആദ്യ പ്രസവം ആയതുകൊണ്ട് തന്നെ പ്രസവത്തിന്റെ വേദന കാരണവും ഹീറ്റ് വേവ് കാരണവും ആകെ സ്ട്രെസ്ഡ് ആയിട്ട് കുഞ്ഞു പഞ്ചിനെ അമ്മ ഉപേക്ഷിക്കുകയായിരുന്നു. അന്ന് മുതൽ 6 മാസം വരെ ആ സൂവിലെ ജീവനക്കാരാണ് പഞ്ചിന് പാല് കൊടുത്ത് വളർത്തിയത്. സോഷ്യലായി ജീവിക്കുന്ന ഒരു ജീവിനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് 2026 ജാനുവരിയിൽ പഞ്ചിനെ ഏകദേശം 6 മാസമായപ്പോഴാണ് ജീവനക്കാർ ജാപ്പനീസ് മക്കാക്കുകളുടെ എൻക്ലോഷർ ആയിട്ടുള്ള മങ്കി മൗണ്ടനിൽ പഞ്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുവരെ മനുഷ്യർ പഠിപ്പിച്ചതുകൊണ്ട് തന്നെ അമ്മ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള സോഷ്യലൈസിങ് ബിഹേവിയറോ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറോ പഞ്ചിന് പരിചിതമായിരുന്നില്ല. പല വയസ്സിലുള്ള 60ഓളം മെക്കാക്കുകളുള്ള ആ കൂട്ടത്തിൽ പഞ്ച് അങ്ങനെ ഒറ്റപ്പെട്ടു. സോഷ്യലൈസിങ് സ്കില്ല് കുറവായതുകൊണ്ട് തന്നെ ആ സമയത്ത് ആൻസൈറ്റി, ലോൺലിനെസ്സിൻ്റെ സിംറ്റംസ് ഒക്കെ പഞ്ച് കാണിക്കാൻ തുടങ്ങിയപ്പോൾ പഞ്ചിന് ആശ്വാസമായത് ഐക്കിയയുടെ ഒരു ഓറഞ്ച് കളർ ഒറാങ്കുട്ടൻ പ്ലഷി ടോയ് ആണ്. ആശ്വാസത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ധൈര്യത്തിന് വേണ്ടിയിട്ടും പഞ്ച് എപ്പോഴും തൻ്റെ കൂടെ ഈ ടോയിനെയും കൂട്ടി. മറ്റു കുരങ്ങുകളൊക്കെ തട്ടി മാറ്റുന്ന സമയത്ത് പഞ്ചിന് ധൈര്യമായിരുന്നത് ഈ ഒരു ടോയ് മാത്രമാണ്. ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് നമ്മൾ പഞ്ചിനെ ഇവർ ഉപദ്രവിക്കുന്നതായിട്ടാണ് തോന്നുക. പക്ഷെ ശരിക്ക് ഈ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഹൈറാർക്കിയിൽ പഞ്ച് എവിടെ വരും എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്. സോഷ്യൽ ഓർഡറുള്ള കൂട്ടങ്ങളിലൊക്കെ ഭക്ഷണത്തിനും കൂട്ടുകൂടുന്നതിനും ഇണയെ ചൂസ് ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെ ഒരു ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ലേറ്റസ്റ്റ് വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ പഞ്ചിൻ്റെ കഥയ്ക്ക് ഒരു ഹാപ്പി എൻഡിങ് ആണ്. മങ്കി മൗണ്ടനിലുള്ള ഓൺസിങ് എന്ന് പറയുന്ന ഒരു അമ്മക്കുരങ്ങ് പഞ്ചിനെ ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചിനെ ഗ്രൂം ചെയ്യുന്നതും കൂടെ കൊണ്ട് നടക്കുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഐക്കിയൻ്റെ ടീമും പഞ്ചിനെ കാണാൻ വന്നിരുന്നു. പഞ്ച് കൊണ്ട് നടക്കുന്ന ഒറാങ്കുട്ടൻ്റെ പ്ലഷി ടോയ്സ് മാതിരിയുള്ള 33 ടോയ്സ് പഞ്ചിന് അവർ സമ്മാനിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ടും ആനിമൽ ഡിസീസസ് അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.